നെയ്യപ്പം ഉണ്ടാക്കാൻ പോകും കേട്ടോ. അപ്പോൾ തലേന്ന് കുതിർത്ത് വെച്ച പച്ചരി കഴുകിങ്ങാണ്ട് വെള്ളം കളയുക. അതിക്ക് നമ്മൾ ഏലക്കായ്, ചെറിയ ജീരകം, പിന്നെ ഒരു 3 ടീസ്പൂണ് തേങ്ങ ചിരകിയത്, പിന്നെ ഒരു 5 ടീസ്പൂണ് നമ്മൾ ചോറില്ലേ അതും എടുക്കുക കേട്ടോ. എന്നിട്ട് ടേസ്റ്റ് ബാലൻസ് അഥവാ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തിരി ഉപ്പിടുക. എന്നിട്ട് ക്രഷ് ചെയ്തെടുക്കുക. ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ശർക്കര പാനി ഒഴിക്കുക. ശർക്കര പാനി ഒഴിക്കുമ്പം നമ്മൾ ഫസ്റ്റ് തന്നെ എല്ലാം കൂടി ഒഴിക്കരുത്, കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിക്കുക. ശർക്കര പാനിയിൽ ചെറിയൊരു ചൂട് വേണം കേട്ടോ. ചെറുതെന്നാൽ ഒരു മൈന്യൂട്ടായിട്ടുള്ള ചെറിയൊരു ചൂട് വേണം. ആ ചൂടിൽ നമ്മളിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ അരച്ചെടുക്കുക. ഈ അരച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ കുറച്ച് തരി വേണം. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ അരക്കുമ്പോൾ അരി ഇട്ടിട്ട് ശർക്കര ഇട്ടിട്ട് അരക്കുമ്പോൾ ഒരു 1/4 ഭാഗം അരഞ്ഞ് വരുമ്പോൾ ഒരു 5 ടീസ്പൂണ് മൈദപ്പൊടി ഇടണം. മൈദപ്പൊടി ഇട്ടിട്ട് ഇതേമാതിരി ശർക്കരപ്പാനി ഒഴിച്ചിട്ട് അരക്കുക. നമ്മൾ ശർക്കരപ്പാനി ഒഴിക്കുമ്പം കുറേ കയറി ഒഴിക്കരുത്, കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. കാരണം ഒരു പക്ഷേ ആണെങ്കിൽ വെള്ളം കൂടിപ്പോകും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ അരച്ചെടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, നല്ല മിക്സ് ചെയ്തിട്ട് ഒന്ന് നോക്കുക എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് തിക്നെസ് ആയിരുന്നു. അപ്പോൾ ഞാനൊരു 4 ടീസ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് ഒക്കെപ്പാട് ഒഴിക്കരുത് കേട്ടോ. നമ്മൾ കണക്കാക്കി കുറച്ച് കുറച്ച് ഒഴിച്ച് നോക്കുക. ഒഴിച്ച് നോക്കിയിട്ട് ഒരു ഇപ്പോൾ ഞാൻ കാണിച്ചെന്നൊരു തിക്നെസ്സിലെടുക്കുക. എന്നിട്ട് അപ്പോൾ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ചെറിയ ഇങ്ങനെ തരി തരിയായിട്ട് കാണാം. അതാണ് അതിൻ്റെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങാക്കൊത്തില്ലേ നൈസായി അരിഞ്ഞത് കേട്ടോ, വലുതാക്കിയിട്ട് വേണ്ട, നൈസായി അരിഞ്ഞ തേങ്ങാക്കൊത്ത് ഒന്ന് മൂപ്പിക്കുക. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയിലാണ് മൂപ്പിക്കണേ, നെയ്യാണ് ബെറ്റർ കേട്ടോ. അതിക്ക് നമ്മൾ എള്ളില്ലേ, എള്ളോട്ടിട്ടൊന്ന് മൂപ്പിച്ചിട്ട് അത് ഇതിലേക്കിടുക. ചൂടാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇട്ടതിന് ശേഷം പെട്ടെന്ന് ഇളക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് ഇതാക്കണേ ചൂടിൽ ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇമ്മച്ചിയാണ് എങ്ങനെ നെയ്യപ്പം വേണ്ട, മാങ്ങയും വേണ്ട, എനിക്കപ്പം തിരിച്ചാൽ മതി. ഗ്യാസിലെങ്കിലും വെല്ലുമ്മച്ചി ഇവിടെ എല്ലാം വേണം. എന്നിട്ട് ഇമ്മച്ചി അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ, ഗ്യാസ് തീരെയാണെന്ന് പറഞ്ഞിട്ട്. സംഭവം നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച പടം നല്ല പൊന്തി വന്ന് മഷാല കുഴപ്പമൊന്നുമില്ല. കാരണം ഈ നെയ്യപ്പം നമുക്ക് അങ്ങനെ ശരിയാവില്ലായിരുന്നു. ഞാൻ ഫത്വ കിച്ചൺ നോക്കിയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പം ആർക്കെങ്കിലും കറക്റ്റ് റെസിപ്പി അറിയണമെങ്കിലും അതിൻ്റെ വീഡിയോ നോക്കിയാൽ മതി. ഇത് പെർഫെക്റ്റ് ആട്ടോ, സംഭവം ഉഷാറായിട്ടുണ്ട്. അപ്പോൾ താങ്ക്സ് ടു ഫത്വ കിച്ചൺ, നല്ല ഉഷാറായിട്ടുണ്ട്. എനിക്കത് ഭയങ്കര സന്തോഷം, കാരണം ഇതുണ്ടാക്കിയിട്ട് ഉഷാറായല്ലോ. കാരണം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന നെയ്യപ്പം. പക്ഷെ ഉമ്മച്ചി ഉണ്ടാക്കിയിട്ട് എപ്പോഴും ഫ്ലോപ്പ് ആവലാണ്. ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ ശരിയാവണ്ടായിരുന്നു, അപ്പോൾ എന്തോ ഫ്ലോപ്പ് ആവലാണ്. മാഷാ അല്ലാഹ് സംഭവം സെറ്റായിട്ട് വന്നിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. ഞങ്ങൾ ചുപ്പിൻ്റെ അപ്പോൾ എങ്ങനെയുണ്ട്? എന്ത് അടിപൊളിയാണോ? മാഷാ അല്ലാഹ്.